സാർ ഞങ്ങൾക്ക് അറിയേണ്ടത് അങ്ങ് വീണ്ടും മത്സരരംഗത്തേക്ക് വന്നിരിക്കുകയാണ്, ഒരു തിരിച്ചുവരവ് വട്ടിയൂർക്കാവ് മണ്ഡലത്തിലേക്ക്. അപ്പൊ ഈ മണ്ഡലത്തിൽ വരുമ്പോഴത്തേക്ക് ഇവിടുത്തെ ഇപ്പോഴുള്ള വരുന്ന 5 വർഷക്കാലം താങ്കൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡ്രീം പ്രോജക്റ്റുകൾ എന്തൊക്കെയായിരിക്കും? ഒന്ന്, പൂർത്തിയാകാതെ നിൽക്കുന്ന വികസന പ്രക്രിയ പൂർത്തിയാക്കുക. ഒന്ന്, ജംഗ്ഷൻ വികസനം. ജംഗ്ഷൻ വികസനത്തിന് ഇപ്പോ അക്വിസിഷനൊക്കെ നടത്തി കുറെ കെട്ടിടം അവിടെ ഇടയിൽ പൊളിച്ചിട്ടുണ്ട്. എന്നാൽ അതിന്റെ വർക്കൊന്നും തുടങ്ങിയിട്ടില്ല. അപ്പൊ അത് പൂർത്തീകരിക്കാം. അതുപോലെ തന്നെ പേരുക്കട വഴയിലെ പാലം, അതും കുറെ സ്ഥലം പൊളിച്ചിട്ടുണ്ട്, ഒന്നും നടന്നിട്ടില്ല. അതും പൂർത്തിയാക്കണം. ഞങ്ങളുടെ കാലത്ത് കൊണ്ടുവന്ന ജനറൽ ആശുപത്രിക്ക് സമീപമുള്ള 2ാമത്തെ മെഡിക്കൽ കോളേജ്, അത് 100 സീറ്റോളം സാങ്ഷൻ കിട്ടിയതാണ് മെഡിക്കൽ കൗൺസിലിന്റെ. അത് ഇവരൊന്ന് കൂട്ടി അത് റീ ഓപ്പൺ ചെയ്യും. അത് ആരോഗ്യ രംഗത്ത് വലിയൊരു മാറ്റം ഇവിടെ ഉണ്ടാകും. പിന്നെ മറ്റ് പ്രാദേശിക മെട്രോ സർവീസ് ഞങ്ങൾ ആഗ്രഹിച്ചാണ്. പിണറായി വന്നിട്ടത് തള്ളിക്കളഞ്ഞു. വട്ടിയൂർക്കാവ് മേഖലയ്ക്കകത്ത് കടന്നു പോകുന്നു. അത് തിരുവനന്തപുരം തലസ്ഥാനത്തിന്റെ ഒരു മാസ്റ്റർ പ്ലാൻ. അതിന് വട്ടിയൂർക്കാവിന്റെ മാത്രം ചെറിയ ഭാഗം എങ്കിലും ഒരു മെട്രോ സർവീസ് വന്നാൽ അത് ഗതാഗതത്തിൽ വളരെ ശ്രദ്ധിക്കും. തീർച്ചയായിട്ടും. അപ്പൊ അതിന്റെ ഒരു ഷെയർ കാരണം പട്ടം വഴിക്കാണ് അലൈൻമെന്റ് വെച്ചത്. അത് അലൈൻമെന്റിൽ തന്നെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞാൽ സിറ്റിക്ക് ഏറ്റവും വലിയ നേട്ടമാണ്.